ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പേജ് നമ്പർ 73 ലാസ്റ്റ് പാരഗ്രാഫ് തൊട്ടാണ്. പേജ് നമ്പർ 73 എടുക്കുക മക്കളെല്ലാവരും. साधु को पेड़ से बांधकर रत्नाकर अपने घर गया. सांप से पूछा, पाप बांटने को कोई तैयार नहीं हुआ. बाप ने कहा, मैंने पाल पोस कर तुमको बड़ा किया. अब मैं बूढ़ा हो गया हूँ. मेरा संरक्षण करना तुम्हारा कर्तव्य है. मैं पुण्य ही लूँगा, पाप क्यों लूँ? അപ്പോൾ സന്യാസി പറഞ്ഞത് പ്രകാരം രത്നാകർ തൻ്റെ വീട്ടുകാരോട് പാപം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് പോന്നത്. അപ്പോൾ അതിനു മുന്നേ അദ്ദേഹം എന്ത് ചെയ്തു? ആ സന്യാസിയെ ഒരു മരത്തോട് പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് പോയത്. കാരണം സന്യാസി എങ്ങാനും ഓടിപ്പോയാലോ എന്ന് പേടിച്ച്. സന്യാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരാരെങ്കിലും പാപം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വധിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സന്യാസിയെ മരത്തോട് കെട്ടിയിട്ടു. എന്നിട്ട് സാധുക്കോ പേഡ്സെ ബാന്ധക്കർ, സന്യാസിയെ മരത്തോട് ചേർത്ത് കെട്ടിയിട്ടിട്ട്, ബാന്ധന എന്ന് പറഞ്ഞാൽ ചുട്ടായിയാണ്. രത്നാകർ അപ്പനെ ഘർ ഗയ, രത്നാകർ തൻ്റെ വീട്ടിലേക്ക് പോയി. സാബ്സെ പൂച്ച, ദെൻ ഹി ആസ്ക്ഡ് ടു എവ്രി വൺ ഓഫ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്, അല്ലേ, എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ചോദിക്കുകയാണ്. ആസ്ക്ഡ് ടു എവ്രിബഡി പാപ് ബാണ്ടനെ കൊയ് തയ്യാർ ഹേ എന്നാണ് ആയിരിക്കും ചോദിച്ചത്, അല്ലേ. ഞാൻ ചെയ്യുന്ന പാപം അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാണോ എന്നാണ് ചോദിച്ചത്. പാപ ബാണ്ടനേക്കോ കൊയ് തയ്യാർ നഹി ഹുവ, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന പാപം ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല, റെഡിയായിരുന്നില്ല. ബാപ്നെ കഹ, ബാപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ഓക്കെ, രത്നാകറിൻ്റെ അച്ഛനാണ് ഇവിടെ ബാപ്പ് എന്ന് പറയുന്നത്. ബാപ്പ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ പിതാവ് എന്നുള്ള അർത്ഥമാണ്. ബാപ്നെ കഹ, അച്ഛൻ രത്നാകറിനോട് പറഞ്ഞു, മേനെ പാൽ പോസ്കർ തുംകോ ബഡാക്കിയ, ഞാൻ പാലൻ പോഷൻ തന്നെയാണ് പാൽ പോസ്. ഓക്കെ, അപ്പോൾ ഞാൻ നിന്നെ വളർത്തി ഇത്രയും വലുതാക്കി, അല്ലേ. മേനെ പാൽ പോസ്കർ എന്ന് പറഞ്ഞാൽ ഞാനാണ് നിന്നെ നോക്കി സംരക്ഷിച്ച് ഇത്രയും വലുതാക്കി മാറ്റിയത്, അല്ലേ. അത് അച്ഛനായ ഞാനാണ് ചെയ്തത്. അബ് മേ ബൂഢാ ഹോ ഗയാ ഹൂँ, ഇപ്പോൾ ഞാൻ വയസ്സനായി. മേരാ സംരക്ഷൺ കർണ തുമാരാ കർത്തവ്യ ഹെ, അതുകൊണ്ട് തന്നെ എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് ഇനി നിൻ്റെ കർത്തവ്യമാണ്. കർത്തവ്യം മീൻസ് ഡ്യൂട്ടി, അല്ലേ. സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്നാ, ടു പ്രൊട്ടക്റ്റ് ആണ്, പ്രൊട്ടക്ഷനാണ്. അപ്പോൾ എന്നെ സംരക്ഷിക്കുക എന്നുള്ളത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിൻ്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് അത് നീ ചെയ്യണം. ഓക്കെ, മേ പുണ്യ ഹി ലൂങ്ക, പിന്നെ നിൻ്റെ കടമയാണത് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത്. അവിടെ നീ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം. അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്ന ജോലി അത് പാപമായാലും പുണ്യമായാലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ, നിൻ്റെ പാപം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. മേ പുണ്യ ഹി ലൂങ്ക, എനിക്ക് പുണ്യം മാത്രം മതി, നിൻ്റെ പാപം വേണ്ട. പാപ ക്യോं ലൂ, ഞാൻ എന്തിനാ പാപം ഏറ്റെടുക്കുന്നത് എന്ന് രത്നാകറിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 74. माँ ने भी यही कहा, औरत भी पाप बांटने को तैयार नहीं हुई. बेटा तो छोटा और अबोध था. മാനെ ഭി യഹി കഹ, അമ്മയും ഇത് തന്നെയാണ് പറഞ്ഞത്. ആദ്യം അച്ഛനോട് ചോദിച്ചു, ഞാൻ ചെയ്യുന്ന പാപം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന്. അപ്പോൾ അവർ തയ്യാറല്ല എന്ന് പറഞ്ഞു, അല്ലേ. അപ്പോൾ വീണ്ടും അമ്മയോട് ചോദിക്കുകയാണ്. പക്ഷേ അമ്മയും അത് അംഗീകരിച്ചില്ല, അമ്മയും തയ്യാറല്ല പാപം ഏറ്റെടുക്കാൻ. അങ്ങനെ മൂന്നാമതായിട്ട് തൻ്റെ ഭാര്യയോടാണ് ചോദിക്കുന്നത്, നീ എൻ്റെ പാപം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഔരത്ത് ബി പാപ് ബാണ്ടനേക്കോ തയ്യാർ നഹി ഹുയി, അവരുടെ സ്വന്തം പത്നി, അല്ലേ, സ്വന്തം ഭാര്യ പോലും ആ പാപം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എല്ലാവർക്കും പുണ്യം മാത്രമേ വേണ്ടൂ, അല്ലേ. ബേട്ടാ തോ ഛോട്ട ഔർ അബോധ ത, ബേട്ടാ തോ ഛോട്ട, പിന്നെ കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, അല്ലേ. ആർ അബോധ്, അബോധ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാദാൻ എന്ന് പറഞ്ഞ് നിഷ്കളങ്കനായ, അല്ലേ, ഒരു കുട്ടിയായിരുന്നു. വളരെ ചെറിയ നിഷ്കളങ്കനായ കുട്ടിയാണ്, അവനറിയില്ല. അതുകൊണ്ട് തന്നെ അവനൊന്നും പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. രത്നാകർ ഉദാസ് ഹോക്കർ ലൗട്ട, അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക അയാളുടെ വീട്ടുകാർ എന്താണ്
ഒരിക്കലും തന്നെ പാപം ഏറ്റെടുക്കൂല എന്നല്ലേ. അപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടെ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഉസ്നെ സാധു കെ ബന്ധൻ കോ ഖോൽ ദിയ. അങ്ങനെ സന്യാസിയെ കെട്ടിയിട്ടെടുത്ത് വന്നു, സന്യാസിയെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. സാധുവിനെ മാഫി മാങ്കി. സന്യാസിയും അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. പറഞ്ഞതിൽ മാപ്പ് ചോദിച്ചു. സാധുസെ മാഫി മാങ്കി എന്ന് പറഞ്ഞാൽ സന്യാസിയെ കെട്ടിയിട്ടതിൽ അദ്ദേഹം മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സാധുവിനെ അല്ല, സാധുസെ മാഫി മാങ്കി. സാധുവിനോട് അല്ലെങ്കിൽ സന്യാസിയോട് അദ്ദേഹം മാപ്പ് ചോദിച്ചു കെട്ടിയിട്ടതിൽ. എന്നിട്ടോ തബ്സെ ഉസ്നെ ലൂട്ട് മാർക്കാക്കാം ചോട് ദിയ. അപ്പോഴേക്കും അത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴേക്കും തന്നെ അദ്ദേഹം തൻ്റെ മനസ്സുകൊണ്ട് ഇനി ഒരിക്കലും തന്നെ പാപം ചെയ്യില്ല, ലൂട്ട്മാർ എന്ന് പറഞ്ഞാൽ കൊള്ളയും കൊലപാതകവും ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് വരെ അദ്ദേഹം വിചാരിച്ചത് തൻ്റെ കുടുംബം തൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്, അല്ലേ. അപ്പോൾ താൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയായാലും പാപമായാലും അത് ഏറ്റെടുക്കാൻ അവരും തയ്യാറാണെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ സന്യാസിയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചത്, അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. നീ ചെയ്യുന്നത് തെറ്റാണ്, അത് പാപമാണ്, ആ പാപം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല, അത് മുഴുവനും നിങ്ങൾ തന്നെ വീട്ടേണ്ടി വരുന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കിയത് സന്യാസി പറഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ ഈ മോശം പ്രവൃത്തികൾ, അല്ലേ, മറ്റുള്ളവരെ കൊള്ളയടിച്ചും അപായപ്പെടുത്തിയും കൊന്നും ജീവിക്കുന്ന ആ ഒരു പ്രവൃത്തി അപ്പം തന്നെ അദ്ദേഹം നിർത്തി, ഉപേക്ഷിച്ചു. ലൂട്ട് മാർക്കാക്കാം ചോട് ദിയ. ഓക്കെ.